ഇനി നമുക്ക് കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. ഹിജാബ് വിവാദത്തിന് മുൻപ് പള്ളുരുത്തിയിൽ റോഡിനെ ചൊല്ലിയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംഘർഷത്തിന് ശ്രമിച്ചു. സെന്റ് റീത്ത സ്കൂളിന് മുന്നിലുള്ള സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രശ്നങ്ങൾ. ഇത് സംബന്ധിച്ച തർക്കം തദ്ദേശ സ്വയംഭരണ ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഈ തർക്കവും പരിപാടിയും ഒന്നും ഇതാദ്യത്തെ സംഭവമല്ല. ആദ്യം അവിടുത്തെ റോഡിനെ ചൊല്ലിയായിരുന്നു റോഡിന്റെ പേര് മാറ്റണം എന്നതായിരുന്നു. ഇപ്പോൾ ഈ കേസ് നിലവിലുണ്ട്, ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ് എന്ന് അറിയുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? രാഖി, 2023 ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ സെന്റ് റീത്ത സ്കൂളിന് മുന്നിൽ ഒരു റോഡുണ്ട്, സെന്റ് അഗസ്റ്റിൻ റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര്. 2023 ആ റോഡിന് സെന്റ് അഗസ്റ്റിൻ റോഡ് എന്ന പേര് നൽകിയത്. ആ സമയത്ത് ഈ റോഡിന് പേര് നൽകുമ്പോൾ നമുക്കറിയാം, അവിടുത്തെ വാർഡ് കമ്മിറ്റി തീരുമാനിക്കണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിക്കണം, പിന്നീട് കൊച്ചി കോർപ്പറേഷൻ, അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ തീരുമാനിക്കണം. അങ്ങനെ ഈ വാർഡ് കമ്മിറ്റിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒക്കെ തീരുമാനിച്ചതിന് ശേഷം ഈ റോഡിന് സെന്റ് അഗസ്റ്റിൻ റോഡ് എന്ന് പേര് നൽകാമെന്ന് തീരുമാനിച്ചതിന് ശേഷം ഇത് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിൻ്റെ പരിഗണനയിലേക്ക് വരുന്നു. കൗൺസിൽ കൂടി ഇത് അംഗീകരിച്ച് അതിനുശേഷമാണ് 2023 ഈ സെന്റ് റീത്താസ് കോൺവെന്റ് സ്കൂളിൻ്റെ മുന്നിലുള്ള റോഡിന് സെന്റ് അഗസ്റ്റിൻ റോഡ് എന്ന പേര് നൽകിയത്. പള്ളുരുത്തി കച്ചേരിപ്പടി പടിഞ്ഞാറ് MLA റോഡ്, ബൈ റോഡ്, ആ റോഡിനാണ് സെന്റ് അഗസ്റ്റിൻ റോഡ് എന്ന സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡ് എന്ന് പേരിട്ടത്. എന്നാൽ പേര് നിർദ്ദേശിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ ഒരു വിശുദ്ധൻ്റെ പേര് എന്തിനാ റോഡിന് നൽകിയെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചെറിയ വിഭാഗം രംഗത്തെത്തി. പിന്നീട് ഇത് പല പ്രശ്നങ്ങൾക്കും ഒപ്പം തന്നെ പിന്നീട് സംഘർഷത്തിലേക്കുമൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ തലേ ദിവസം ഈ റോഡിൻ്റെ പേര് ആ റോഡിൻ്റെ തുടക്കത്തിലും റോഡ് അവസാനിക്കുന്ന സ്ഥലത്തും വെക്കാറുണ്ട്. ആ ബോർഡ് എടുത്തു കളയാനുള്ള ഒരു ശ്രമങ്ങൾ ഒക്കെ നടന്നിരുന്നു. ഇത് ഒരു വലിയ സംഘർഷത്തിലേക്ക് അടക്കം പോയിരുന്നു. അന്ന് പോലീസ് അടക്കം ഇടപെട്ടതാണ് ഈ കേസിൽ. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുമായി അന്ന് രംഗത്തെത്തിയിരുന്നതാണ് എന്നാണ് ഈ സെന്റ് റീത്ത സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് അടക്കം പറയുന്നത്. അവിടുത്തെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഒരു റോഡിന് വിശുദ്ധൻ്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട്, സെന്റ് അഗസ്റ്റിൻ്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാനായി ഒരു ചെറു വിഭാഗം ശ്രമിച്ചിരുന്നു. അത് സംഘർഷത്തിലേക്കൊക്കെ തന്നെ കലാശിച്ചിരുന്നു. എന്തായാലും ഈ മതവിശ്വാസങ്ങളുടെ പേരിലൊക്കെ തന്നെ വലിയ സംഘർഷങ്ങൾ ഒരു പ്രദേശത്തുണ്ടാക്കുക എന്ന് തന്നെയാണ് ഇവരുടെ കൃത്യമായ അജണ്ട. ഇത്തരത്തിൽ ഒരു സംഘർഷമുണ്ടാക്കുന്നത് ഒരു സംഘടിത ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസ് തദ്ദേശ സ്വയംഭരണ ട്രൈബ്യൂണലിൻ്റെ മുന്നിലാണ് ഉള്ളത്. എന്തായാലും അന്ന് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഹിജാബ് വിവാദം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇത്തരത്തിൽ അവിടെയുള്ള ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അടങ്ങുന്ന ഒരു സംഘം കൃത്യമായി തന്നെ ആസൂത്രിതമായ അജണ്ട നടപ്പാക്കിക്കൊണ്ട് സംഘർഷങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അന്ന് മുതൽ തന്നെ വന്നിരുന്നു. എന്തായാലും ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ഈ രക്ഷിതാവ് വന്നതിന് പിന്നാലെ തന്നെ അവിടെ എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു. ആദ്യം 2 പേരെത്തി, പിന്നീട് 3 പേരെത്തി, പിന്നീട് 5ലേക്കും 10 ആളുകളിലേക്കും ഒക്കെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. അതിനു മുൻപ് പോലീസ് ഇടപെട്ട് പിന്നീട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു. ഇന്നലെ തന്നെ ഇതുപോലെ തന്നെ ഈ ഹിജാബിൻ്റെ പേരിലുണ്ടായ വിവാദത്തിന് സമവായ ചർച്ചകളുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചർച്ചയിൽ സ്കൂളിൻ്റെ ഡ്രസ് കോഡ് അനുസരിച്ചുള്ള ഒരു ഹിജാബ് രീതിയിൽ തന്നെ കുട്ടി വരാം എന്നുള്ള കാര്യത്തിലേക്ക് രക്ഷിതാക്കളെത്തി. പിന്നീട് അത് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട്, ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടപെട്ട്, പിന്നീട് അതിൽ വർഗീയതയൊക്കെ ആളിക്കെത്തിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു. എന്തായാലും ഈ സെന്റ് റീത്ത സ്കൂളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വിവാദത്തിന് മുൻപ് പള്ളുരുത്തിയിൽ റോഡിന്റെ പേരിനെ ചൊല്ലിയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംഘർഷത്തിന് ശ്രമിച്ചിരുന്നു എന്ന വാർത്തയാണ് നിഷ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. സെന്റ് റീത്ത സ്കൂളിന് മുന്നിലുള്ള സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡിന്റെ പേര് മാറ്റണം, എന്തിനാണ് ഇങ്ങനെ ഒരു വിശുദ്ധന്റെ പേരൊക്കെ റോഡിനിടുന്നത് എന്നതായിരുന്നു ഇവരുടെ തർക്കത്തിന് കാരണം. എന്തായാലും ഈ വിഷയം തദ്ദേശ സ്വയംഭരണ ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത്. നിഷ ദിലീപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.